കേജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിട്ടും ഇ ഡി വൈരാഗ്യത്തോടെ തന്നെ എന്ന് വേണം പറയാൻ ഹൈക്കോടതിയെ സമീപിച്ച് ആ ജാമ്യ വിധിക്ക് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മുഖ്യമന്ത്രി, ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാവാത്ത ഒരു അനുഭവമാണ് കേജ്രിവാൾ അനുഭവിച്ചിട്ടുണ്ടിരിക്കുന്നത്. കാരണം തിഹാർ ജയിലിൽ ഒരു മുഖ്യമന്ത്രി മാസങ്ങളായി കഴിയുക, തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം സുപ്രീം കോടതി ഒരു പ്രത്യേക ആനുകൂല്യം നൽകി അദ്ദേഹത്തെ വിട്ടയക്കുക, കഴിഞ്ഞ 2-ാം തീയതി വീണ്ടും അദ്ദേഹം ജയിലിൽ തന്നെ മടങ്ങിപ്പോയി. ജയിലിൽ ഇരുന്നുകൊണ്ട് ഡൽഹി ഭരിക്കാനാവില്ല. ഡൽഹിയിലാവട്ടെ താപനില ഉയർന്നത് മൂലം 100-ലേറെ ആളുകളാണ് ഇതിനകം മരിച്ചിരിക്കുന്നത്. കുടിവെള്ളം കിട്ടാതെ പരക്കം പായുകയാണ് ഡൽഹിയിലെ ജനങ്ങൾ. കാരണം തലസ്ഥാന നഗരമാണെങ്കിലും അവിടെയുള്ള ചേരി പ്രദേശങ്ങളിലും പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലും കുടിവെള്ളത്തിനായി ക്യൂ നിൽക്കുന്നതും പരസ്പരം അവർ തമ്മിലടിക്കുന്നതും കണ്ടു നിൽക്കാനാവില്ല. അപ്പോൾ ചൂട് കാരണം, ഉഷ്ണം കാരണം ആളുകൾ മരിച്ചു വീഴുകയും കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായ ഡൽഹിക്ക് അത് തലസ്ഥാനത്തിന് മുഖ്യമന്ത്രി വേണ്ട എന്ന നിലപാട് കേന്ദ്ര സർക്കാരും കോടതിയും എടുക്കുന്നത് ന്യായീകരിക്കാവുന്നതല്ല. മദ്യനയ അഴിമതി കേസിൽ വിചാരണ കോടതി വളരെ വൈകിയാണ് കേജ്രിവാളിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത്. 48 മണിക്കൂർ സമയം അത് നടപ്പിലാക്കുന്നത് തടയണമെന്ന് വിചാരണ കോടതിയോട് ഇ ഡി ആവശ്യപ്പെട്ടു. ആ ആവശ്യം വിചാരണ കോടതി നിഷേധിച്ചു. അപ്പോൾ വിചാരണ കോടതിയുടെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി 3 ദിവസത്തേക്ക് ഈ വിധി സ്റ്റേ ചെയ്തിരിക്കുകയുമാണ്. യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയും ആ BJPയോട് അനുഭാവം പുലർത്തുന്ന ചില കോടതികളും പക്ഷപാതപരമായി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരോടും നേതാക്കളോടും പെരുമാറുന്നു എന്ന് ഉയരുന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് കേജ്രിവാളിനെ വീണ്ടും ജയിലിലടച്ചിരിക്കുന്ന ഈ നടപടി. എന്തായാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കേജ്രിവാളായിരിക്കും ദേശീയ തലത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സംശയമാണ് കേജ്രിവാളിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കരുനീക്കങ്ങൾക്ക് പിന്നിൽ. കാരണം വിചാരണ കോടതി തന്നെ പറയുന്നു, മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട്, ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഡൽഹി ഉപമുഖ്യമന്ത്രി ജയിലിലാണ്. 1 കൊല്ലത്തിലേറെയായി അദ്ദേഹം ജയിലിലാണ്. അപ്പോൾ കേജ്രിവാളിനേക്കാൾ പ്രശ്നമാണ് ഉപമുഖ്യമന്ത്രി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിചാരണ നേരിടാതെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഈ നേതാക്കൾക്ക് നീതി ലഭിക്കേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന്, ഈ നിയമം അനുസരിച്ച് തങ്ങൾ കുറ്റക്കാരല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതികൾക്കാണ്. കാരണം പ്രതികൾ തെളിയിക്കണം തങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല. ഈ നിയമം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. കാരണം UPA സർക്കാരിൻ്റെ കാലത്ത് UAPA ആയാലും ഇപ്പറയുന്ന വിദേശ നാണയ വിനിമയ നിയമമായാലും എല്ലാം കൊണ്ടുവന്നത്, അത് പരിഷ്കരിച്ചത്, ജാമ്യം കിട്ടാത്ത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയത് UPA സർക്കാരിൻ്റെ കാലത്ത് ചിദംബരമായിരുന്നു. അതേ നിയമത്തിൻ്റെ പേരിൽ ചിദംബരത്തിന് തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കരിനിയമങ്ങൾ പാസ്സാക്കുമ്പോൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ആ നിയമങ്ങൾ നിങ്ങളെ തന്നെ തിരിഞ്ഞു കുത്തും.